നമസ്കാരം. ബീഹാറിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് നിലവിൽ ഭാരത് രത്ന നൽകുന്നത്. പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ ധീരനായ നേതാവ് എന്ന വിശേഷണം എല്ലാ കാലത്തുമുള്ള ഒരു നേതാവാണ് ഈ കർപ്പൂരി താക്കൂർ. ജന്മശതാബ്ദി വർഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഭാരത് രത്ന മരണാനന്തര ബഹുമതിയായി നൽകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. 1970, 71, 77, 79 കാലഘട്ടത്തിലാണ് കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ളത്. സാമൂഹിക നീതിയുടെ വെളിച്ചം എന്നാണ് കർപ്പൂരി താക്കൂറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളുകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കർപ്പൂരി താക്കൂർ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ വെളിച്ചം നൽകിയിട്ടുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയ മണ്ഡലത്തിലെ സ്വാധീന ശക്തികളിൽ ഒരാളായിരുന്നു ഈ കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലും അദ്ദേഹം സാമൂഹിക നീതിയുടെ പേരിൽ വളരെ പ്രശസ്തനായ വ്യക്തിത്വം തന്നെയായിരുന്നു. സോഷ്യലിസ്റ്റായി അറിയപ്പെട്ടിരുന്ന താക്കൂറിന്റെ മുഖ്യമന്ത്രി കാലയളവ് ബീഹാറിന്റെ സുവർണ കാലഘട്ടം എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഏറെ ഗുണകരമായ നിരവധി പദ്ധതികളും നിരവധി പ്രൊജക്ടുകളും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. റാം മനോഹർ ലോഹിയുടെ ആശയങ്ങളാണ് കർപ്പൂരി താക്കൂറിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ബീഹാറിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കായി 26% സംവരണം അദ്ദേഹം 1978 തന്നെ കൊണ്ടുവന്നിരുന്നു. ഈ തീരുമാനമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് പോലും വലിയ സ്വാധീനമായിട്ടുള്ളത്. എന്തായാലും പിന്നാക്ക വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയം കണ്ടിട്ടേ ഉള്ളൂ. അതിനൊപ്പം തന്നെ പ്രാദേശിക പാർട്ടികളും ഹിന്ദി ഹൃദയഭൂമിയിൽ കരുത്താർജിക്കുന്നതിന് ഈ ഒരു കാലയളവ് വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിലെ രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ചത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമാണ്. അതായത് ഈ പിന്നാക്ക വിഭാഗങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം തന്നെയാണ്. ബീഹാറിലുടനീളം സ്കൂളുകൾ സ്ഥാപിക്കാനും മറ്റും കർപ്പൂരി താക്കൂർ നടത്തിയ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുക, അതിനോടൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിർബന്ധമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാർത്തയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം എന്ത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ നിതീഷ് കുമാറോ ലല്ലു പ്രസാദ് യാദവോ ഒക്കെ ബീഹാറിന്റെ ഒരു ഭരണ സാരഥ്യത്തിൽ ഇരുന്ന സമയത്ത് പോലും ഇദ്ദേഹത്തെ ആദരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം മരണാനന്തര ബഹുമതിയായി പോലും നൽകാനോ ഇവരാരും ഒരു ശ്രമങ്ങളും നടത്തിയിരുന്നില്ല. ഇവിടേക്കാണ് BJPയുടെ ഭാഗത്തു നിന്നും നിർണായക ഇടപെടൽ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ ശക്തിയായി നിലനിൽക്കുന്ന കർപ്പൂരി താക്കൂർ, അദ്ദേഹത്തിന്റെ നിരവധി ഫോളോവേഴ്സ് അല്ലെങ്കിൽ അനുയായികൾ ഇപ്പോഴും അവിടെ ശക്തമായി തന്നെയുണ്ട്. അവർക്കിടയിൽ BJPക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മതിപ്പ് ഇനി വലുതായിരിക്കും. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് എന്ന് പറയാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകളെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അവരുടെ ഓർമ്മയെ വീണ്ടും കൊണ്ടുവരുന്നതിലൊക്കെ BJP പല ഘട്ടത്തിലും വിജയിച്ചിട്ടുണ്ട്. അതേ തന്ത്രം തന്നെയാണ് അവർ ബീഹാറിൽ പയറ്റിയിരിക്കുന്നതും. എന്തായാലും ഇത് എതിരാളികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു എന്നുകൂടി വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.